ശിവഗീത 4-ാം അധ്യായത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ വിരജാധ്യാനത്തെക്കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ചതുർഭുജം ത്രിനയനം വിദ്യുത് പങ്കജടാധരം കോടിസൂര്യപ്രകാശം ചന്ദ്രകോടി സുശീതളം സർവാഭരണ സംയുക്തം നാഗയജ്ഞോപവനീതം വ്യാഘ്രചർമ്മഭരധരം വരദ ഭയധാരിണം വ്യാഘ്രചർമ്മോത്തിരീയം ച സുരാസുര നമസ്കൃതം പഞ്ചവക്ത്രോ ചന്ദ്രമൗലിം ത്രിശൂലഡമരൂധരം നിത്യശ്ച ശാശ്വതം ധ്രുവമക്ഷരമവ്യയം ഏവം നിത്യം പ്രജപതേ ഗതം മാസചതുഷ്ടയം. ഇതാണ് അടുത്ത ശിവധ്യാനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സൂതൻ തൻ്റെ ശിഷ്യർക്ക് ശ്രീരാമചന്ദ്രൻ്റെ ആ ധ്യാനമുറയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നത്. നോക്കൂ, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: സർവാഭരണഭൂഷിതനായി, സർപ്പധാരിയായി, വിശുദ്ധ സൂത്രം ധരിച്ച്, കടുവത്തോൽ അണിഞ്ഞ്, വരദമുദ്രയോടെ, ചന്ദ്രചൂടനും ത്രിശൂലം ധരിച്ചവനുമായ ഭഗവാൻ എല്ലാവർക്കും അഭയം നൽകിക്കൊണ്ട് നിത്യനായി പരിശുദ്ധനായി ശോഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പഞ്ചമുഖമായിട്ടാണ് ശ്രീരാമൻ ദർശിക്കുന്നത്. 5 മുഖമുള്ള ശിവനെയും ശ്രീരാമൻ ദർശിച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. സ്ഥിരനും നാശമില്ലാത്തവനും എന്നും നിലകൊള്ളുന്നവനും ആയ ആ നിരവ്യയനായ ശിവഭഗവാനെ 4 മാസത്തോളം നിരന്തരം ഏകാഗ്രമായി 1000 ശിവനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിരന്തരം ധ്യാനിച്ചു. അപ്പോൾ ഇവിടെ ശിവൻ്റെ 1000 നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശിവൻ്റെ ആ 1000 നാമങ്ങളുടെ അർത്ഥം, അതായത് ശിവൻ്റെ ഒരു രൂപശില്പം ഈ 1000 നാമങ്ങളിലൂടെ എങ്ങനെ വ്യക്തമാകുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രീരാമചന്ദ്രൻ തൻ്റെ ധ്യാനം തുടർന്നത്. അതായത് 1000 നാമങ്ങളുടെയും പൂർണ്ണമായ അർത്ഥഭാവ തലങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ധ്യാനനിരതനായത്. അപ്പോൾ ഈ 1000 നാമങ്ങൾ വെറുതെ ഉച്ചരിക്കുക മാത്രമല്ല ശ്രീരാമൻ ചെയ്തത്. ആ ഓരോ നാമത്തിൻ്റെയും പിന്നിലുള്ള ശിവൻ്റെ അഗാധ ഭാവങ്ങളെ, അഗാധ ശക്തിവിശേഷങ്ങളെ എല്ലാം തന്നെ മനസ്സിൽ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നു. അങ്ങനെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച് അങ്ങനെയുള്ള ശിവഭഗവാന്റെ 1000 നാമങ്ങളുടെ 1000 ഭാവങ്ങളെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ മനസ്സിൽ കൊത്തിവയ്ക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. പഞ്ചമുഖത്തോടു കൂടിയ ശിവൻ, അതായത് 5 മുഖത്തോടു കൂടിയ ശിവനെയാണ് ഇവിടെ രാമചന്ദ്രൻ ധ്യാനിക്കുന്നത്. ഇങ്ങനെ സദ്യോജാതം, 5 മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. സദ്യോജാതം, അതായത് ഭൂമിയുടെ സിമ്പലാണ് സദ്യോജാത ശിവൻ. പിന്നെ വാമദേവൻ, ജലത്തിൻ്റെ അധിപനാണ് വാമദേവൻ. പിന്നെ അഘോരം, അഗ്നിയുടെ അതിദേവനാണ്, അത് തെക്ക് വശത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ തൽപുരുഷൻ, അത് വായുവിൻ്റെ അധിപനാണ്, അത് കിഴക്ക് വശത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈശാനൻ, ഈശാനൻ ആകാശമാണ്, ആകാശത്തിൻ്റെ
പ്രതീകമാണ്, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ അധിപനാണ് ശിവൻ. അപ്പോൾ ചിദാകാശ സ്വരൂപനായ ശിവനെ മുകളിൽ ധ്യാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശിവൻ്റെ 5 മുഖങ്ങളെ, പഞ്ചമുഖങ്ങളെയാണ് ഈ പഞ്ചമുഖനെ കുറിച്ചുള്ള കീർത്തനം ആലപിക്കുമ്പോൾ, നാമം ഉച്ചരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സങ്കല്പങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ശിവൻ്റെ 1000 നാമങ്ങൾ ശിവൻ്റെ 1000 ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഓരോ നാമവും ശിവൻ്റെ ഓരോ സ്വഭാവവിശേഷങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ആദ്യം 4 കൈകളും ആയുധങ്ങളെടുത്ത ഭഗവാൻ, അതുപോലെ 3 കണ്ണുകളോട് കൂടിയ തൃക്കണ്ണൻ, പിന്നെ പ്രകാശത്തിൻ്റെ മഹാപ്രതിഭാസം, പിന്നെ ജടാധാരി, അതേപോലെ 1000 കോടി സൂര്യന്മാരെ പോലെ പ്രകാശം ചൊരിയുന്നവൻ. 1000 കോടി സൂര്യൻ്റെ പ്രകാശങ്ങൾ എത്രത്തോളമുണ്ടോ അത്രയും വലിയ പ്രകാശമാണ് ശിവനുള്ളത്. അത് പിന്നീട് നേരിൽ ശ്രീരാമചന്ദ്രൻ കാണുന്നുണ്ട്. അതുപോലെ 1000 കോടി ചന്ദ്രന്മാരുടെ കുളിർമയോട് കൂടിയ ഭഗവാൻ. പിന്നെ അതേപോലെ തന്നെ അനേകം ആഭരണങ്ങൾ അണിഞ്ഞ, അതും പ്രത്യേകിച്ചും പാമ്പിനെ ആഭരണമാക്കിക്കൊണ്ടുള്ള ആ ശിവൻ്റെ രൂപം. പിന്നെ അതേപോലെ തന്നെ വ്യാഘ്രചർമ്മം ധരിച്ചിരിക്കുന്ന ശിവൻ. അങ്ങനെ ശിവൻ്റെ ഒരു അതിമനോഹരവും എന്നാൽ അതിഭയങ്കരവുമായ ഒരു രൂപം ഇവിടെ നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ ധ്യാനത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയേറെ ശക്തിയുള്ള 1000 നാമങ്ങളാണ്, ശിവനാമങ്ങളാണ് ഭഗവാനുള്ളത്. അതായത് ഭഗവാന്റെ 1000 ഭാവങ്ങളെ അതിഗംഭീരമായി ശ്രീരാമചന്ദ്രൻ മനസ്സിൽ സങ്കല്പിക്കുന്നു. അപ്പോൾ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യങ്ങളായി മാറുന്നു. അതാണ് ഇവിടെ പ്രത്യേകത. നാം എന്താണോ സങ്കല്പിക്കുന്നത്, സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിക്കുന്നത്, ആ സങ്കല്പം യാഥാർത്ഥ്യമാകും. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ആസ് യു തിങ്ക് സോ യു ബിക്കം. അതുപോലെ നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അത് നടന്നിരിക്കും. ഇവിടെ ശ്രീരാമചന്ദ്രൻ 1000 ഭാവങ്ങളുള്ള ശിവനെയാണ് ഈ നാമങ്ങൾ ധ്യാനിക്കുമ്പോൾ മനസ്സിൽ സങ്കല്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാശിവ ഭഗവാന്റെ ദർശനം സങ്കല്പിച്ചതുകൊണ്ട് തന്നെ ആ സങ്കല്പം യാഥാർത്ഥ്യമായി തീരും എന്നാണ് ഇവിടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ധ്യാനത്തിനും ഇത് ബാധകമാണ്. അതായത് നമ്മൾ എന്ത് സങ്കല്പിച്ചാണോ ധ്യാനിക്കുന്നത് ആ സങ്കല്പം അനുസരിച്ചുള്ള രൂപമായിരിക്കും ഈശ്വരൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുക. മാത്രമല്ല നമ്മൾ എന്ത് സങ്കല്പത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത് ആ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യും. എങ്ങനെ? ഏകാഗ്രമായ ധ്യാനത്തിൽ, അതും മറ്റ് വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ഏകാഗ്രവും അതേപോലെ തീവ്രവുമായ ഏതൊരു ധ്യാനത്തിനും അതിൻ്റെ പരിസമാപ്തി ആ സങ്കല്പത്തിൻ്റെ പരിസമാപ്തി തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. അത് ഇംഗ്ലീഷിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസ് ഫോർ ആംഡ് ആസ് ദ വൺ വിത്ത് 3 eyes like lightning his matted hair burnished and tiny shining like a crow of suns did he blaze, but with the coolness of a crore of moons was he, as the one endowed with all ornaments, with a serpent for his sacred thread, clad in tiger skin with justice depicting the giving of boons and the removal of dead, as the one whose upper garment is a tiger skin,
but the gods and demons venerated too, as the five-faced one, the moon on his head, holding the trident, Trishul, and the drum, Damaru. As the eternal, the everlasting and pure, constant, imperishable, and the unchanging one, in this manner continuously meditating on him. 4 months went by, and thus were done. അങ്ങനെ 4 മാസം ഡമരുത് കൊട്ടിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ തൃശൂലം ധരിച്ചിരിക്കുന്ന ആ മഹാഭഗവാനായ ശിവനെ, 5 മുഖങ്ങളുള്ള ശിവനെ മനസ്സിൽ സങ്കല്പിച്ച് 1000 നാമങ്ങളുടെ അർത്ഥഭാവ തലങ്ങൾ അത്രയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ 4 മാസം തീവ്രമായി ശിവനെ ഭജിച്ച്, ശിവനെ ധ്യാനിച്ച്, ശിവനെ സങ്കല്പിച്ചുകൊണ്ട് ഈ വിരജാഹോമം നടത്തി. ഇതാണ് ഇവിടെ ശിവഗീതയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ ഒരു കാര്യം നാം വ്യക്തമാക്കണം. ഇത്ര തീവ്രമായ തപസ്, പാർവതീദേവിക്ക് പോലും കഴിയാത്ത തീവ്രമായ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടുള്ള ഈ തീവ്രമായ തപസ്സിൽ ശ്രീരാമചന്ദ്രനല്ല, ഇതേപോലെ ആര് നടത്തിയാലും ശിവൻ ആ ആളുടെ മുമ്പിൽ, ആ സാധകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു. ഓം ശിവായ നമഃ.